ശാന്തം സ്നേഹദയാപ്രവാഹം സൗമ്യം ലോകമഹാപ്രകാശം നിതാന്തം സുന്ദര പൂർണ്ണസ്വരൂപം സത്യം ജഗദ്ഗുരു നാരായണായ സത്യം ജഗദ്ഗുരു നാരായണായ. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ജീവിതത്തെക്കുറിച്ച് പൊതുവെ നമ്മൾ ആലങ്കാരികമായി പറയുന്നത് ജീവിതയാത്ര എന്നാണ്. നാം അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം നമ്മുടെ ജീവിതം ഒരു യാത്ര പോലെയാണ് അനുഭവിക്കുന്നത്. ഈ യാത്രയിൽ ഓരോ നിമിഷവും നമ്മുടെ ശരീരവും മനസ്സും പരിണാമങ്ങൾക്ക് വിധേയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജീവിതം എന്ന് പറയുന്നത് പരിണാമങ്ങളുടെ ഒരു യാത്രയാണ്. ജീവിതം പരിണാമങ്ങളുടെ യാത്രയായി നമ്മൾ അനുഭവിക്കുമ്പോൾ അതോടൊപ്പം പ്രതീക്ഷകളുടെ സ്വപ്നങ്ങളുടെ യാത്രയുണ്ട്. പ്രതീക്ഷകളും സ്വപ്നങ്ങളും നമ്മെ ഒരുപാട് ദുഃഖിപ്പിക്കുന്നു. അപ്പോൾ ജീവിതം ഒരു ദുഃഖത്തിൻ്റെ യാത്രയാകുന്നു. ഇതിനൊക്കെ ഉപരിയായി മറ്റൊരു യാത്രയുണ്ട്. അത് അനുഭവങ്ങളുടെ യാത്രയാണ്. അനുഭവങ്ങളുടെ യാത്രയിലാണ് നാം സ്വയം പരുവപ്പെടുന്നതും തെറ്റുകൾ തിരുത്തുന്നതും മാറി ചിന്തിക്കുന്നതുമൊക്കെ. അങ്ങനെ പരുവപ്പെടുമ്പോഴാണ് നമ്മൾ പറയുന്നത് അനുഭവം ഗുരുവാണ് എന്ന്. എന്നാൽ ഇതിനെല്ലാം അപ്പുറം മറ്റൊരു യാത്രയുണ്ട്. ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര. അനുഭവങ്ങളുടെ യാത്രയിൽ അനുഭവം ഗുരുവാകുമ്പോൾ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ ഗുരു നമുക്ക് അനുഭവമായി മാറുന്നു. ഇവിടെ നമ്മൾ അങ്ങനെയൊരു യാത്രയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. ജീവിതത്തിൻ്റെ അനുഭവ മാലിന്യങ്ങളെ മുഴുവനും കഴുകിക്കളയുന്ന ഗുരുവിനോടൊപ്പമുള്ള ഒരു യാത്ര. ആ യാത്രയെയാണ് തീർത്ഥാടനം എന്ന് വിളിക്കുന്നത്. ഇത് ഒരു തീർത്ഥാടനമാണ്. അറിവിൻ്റെ തീർത്ഥാടനം, ഗുരുവിൻ്റെ തീർത്ഥാടനം. തീർത്ഥാടനം അഴൽ നീക്കും തീർത്ഥാടനം
ശിവഗിരി തീർത്ഥാടനം അറിവിന്റെ തീർത്ഥാടനം അഴൽ നീക്കും തീർത്ഥാടനം തീർത്ഥാടനം അഴൽ നീക്കും തീർത്ഥാടനം അഴൽ നീക്കും തീർത്ഥാടനം. തീർത്ഥീകരിക്കുക എന്ന് വെച്ചാൽ പരിശുദ്ധമാക്കുക എന്നാണ് അർത്ഥം. തീർത്ഥീ കുർവന്തി തീർത്ഥാനി സ്വാന്തസ്തേന ഗതാപൃഥ എന്ന് ഭാഗവതം പറയുന്നു. ഹൃദയത്തിൽ ഈശ്വരാനുഭൂതിയുള്ള മഹാപുരുഷന്മാർ അവർ സഞ്ചരിക്കുന്ന സ്ഥലങ്ങളൊക്കെയും തീർത്ഥക്ഷേത്രങ്ങളാക്കി മാറ്റുന്നു. അവർ സ്നാനം ചെയ്യുന്ന നദികളും ജലാശയങ്ങളും തീർത്ഥമായി തീരുന്നു. അവർ പാനം ചെയ്ത ജലം സ്വയം തീർത്ഥമായി മാറുന്നു. ഭാഗവതത്തിൻ്റെ ഈ പ്രസ്താവ്യം വെച്ചു നോക്കുമ്പോൾ അങ്ങനെയൊരു മഹാപുരുഷൻ സഞ്ചരിച്ചും വിശ്രമിച്ചും ക്ഷേത്രങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചും ജനജീവിതത്തിലാകെ പുത്തൻ ഉണർവിൻ്റെ മഹാ ഊർജം പകർന്നും സഞ്ചരിച്ച ഒരു പുണ്യദേശമാണ് കേരളം. ആ മഹാപുരുഷൻ മറ്റാരുമല്ല, അത് ശ്രീനാരായണ ഗുരുവാണ്. ഓം ശ്രീനാരായണ ഗുരുപാദപദ്മം സമർപ്പിതം മമ ജീവിത പുഷ്പഹാരം. മനുഷ്യർക്കെല്ലാം ഒരു ജാതി, അത് മനുഷ്യത്വമാണ്. ഒരു മതം, അത് ആത്മസുഖമാണ്. ഒരേ ഒരു ദൈവം, അത് ബുദ്ധിയെ നേർവഴിക്ക് നയിക്കുന്ന ബോധമാണ് എന്നരുളി ചെയ്തുകൊണ്ട് മനുഷ്യജീവിതത്തെ അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് നയിച്ചു ആ മഹാപുരുഷൻ. ഭക്തിയെയും കർമ്മത്തെയും ജ്ഞാനത്തെയും മാനുഷിക മൂല്യങ്ങളായ സത്യം, ധർമ്മം, ദയ, ശാന്തി എന്നീ ഗുണങ്ങളിൽ അധിഷ്ഠിതമാക്കി ഗുരു. മതകലഹങ്ങളും വംശീയ പോരുകളും ജാതി സമവാക്യങ്ങളും കളം നിറഞ്ഞ് കലുഷമായിക്കൊണ്ടിരിക്കുന്ന ലോകത്തിന് ഇന്ന് ഏകരക്ഷകൻ ഗുരു മാത്രമായിരിക്കുന്നു. ശിവഗിരി തീർത്ഥാടനം ആ വിശ്വവന്ദ്യൻ ചെയ്തതൊക്കെയും മുഴുവനും ലോകത്തിന് ഹിതകരമായ കർമ്മമായിരുന്നു. ഭേദചിന്തയില്ലാത്ത ക്ഷേത്രങ്ങളും വിദ്യാലയങ്ങളും മനുഷ്യർക്ക് ഒത്തൊരുമിക്കാനുള്ള പുണ്യസങ്കേതങ്ങളും ഈ കേരളമാകെ നിർമ്മിച്ചു നൽകിയിട്ട് ആ മഹാനുഭാവൻ ഒടുവിലായി കൽപ്പിച്ചു നൽകിയ തീർത്ഥാടനമാണ് ശിവഗിരി തീർത്ഥാടനം. ഇന്ന് ശിവഗിരി തീർത്ഥാടനം 91 വർഷങ്ങൾ പിന്നിട്ട് 92 കടന്നിരിക്കുന്നു. ഒരു മഹാപ്രസ്ഥാനമായി മാറിയിരിക്കുന്നു. തീർത്ഥാടനങ്ങൾ മനുഷ്യജീവിതത്തോട് ഏറെ ചേർന്നു നിൽക്കുന്ന ഒരു അനിവാര്യതയാണ്. ഇന്ത്യ അതിൻ്റെ ഒരു പറുദീസയും. കാശിയിൽ ഒരു വർഷം ശരാശരി 1,95,00,000 തീർത്ഥാടകർ എത്തുന്നു.
തിരുപ്പതിയിൽ 21 കോടി തീർത്ഥാടകരാണ് ഒരു വർഷം എത്തുന്നത്. ശബരിമലയിൽ ഒരു വർഷം ശരാശരി 15 കോടി തീർത്ഥാടകർ എത്തുന്നതായാണ് കണക്ക്. ഗുരുവായൂരിൽ അത് 23 കോടി വരും. സൗദി അറേബ്യയിലെ മെക്ക മദീനയിൽ 183 രാജ്യങ്ങളിൽ നിന്നായി 3 കോടി ഹാജിമാർ എത്തുന്നുണ്ട്. ഇസ്രായേലിലെ ജെറുസലേമിൽ ഒരു വർഷം 80,000 വിശ്വാസികൾ പുറം രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നതായാണ് ഇസ്രായേൽ ടൂറിസം വകുപ്പിൻ്റെ കണക്കുകൾ പറയുന്നത്. ചെറുതും വലുതുമായ ആയിരക്കണക്കിന് തീർത്ഥാടന കേന്ദ്രങ്ങൾ ലോകത്ത് വേറെയുമുണ്ട്. ദൈവസാന്നിധ്യം കൽപ്പിക്കപ്പെടുന്ന വിശുദ്ധ സങ്കേതങ്ങളിലേക്ക് ഓരോ വർഷവും ഒഴുകിയെത്തുന്ന വിശ്വാസികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. എല്ലാ തീർത്ഥാടന കേന്ദ്രങ്ങളും മനുഷ്യൻ്റെ പാപങ്ങൾ കഴുകി മാറ്റുന്ന ഇടങ്ങളാണല്ലോ. പക്ഷേ എന്നിട്ടും ലോകത്ത് ക്രിമിനൽ കേസുകളുടെ എണ്ണം കുറയുന്നില്ല. തട്ടിപ്പിൻ്റെ, വഞ്ചനകളുടെ, പീഡനങ്ങളുടെ എണ്ണവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ആരാധനാലയങ്ങളില്ലാഞ്ഞിട്ടോ, ഭക്തിയില്ലാഞ്ഞിട്ടോ, ആരാധനാ സ്വാതന്ത്ര്യം ഇല്ലാഞ്ഞിട്ടോ അല്ല ലോകം കൂടുതൽ അരക്ഷിതമാകുന്നത്. മനുഷ്യൻ നന്നാവാത്തതുകൊണ്ട് മാത്രം. മനുഷ്യനെ നന്നാക്കാൻ അവൻ്റെ ജീവിതത്തിന് ശരിയായ ലക്ഷ്യബോധം കൊടുത്താൽ മതിയെന്ന് ഗുരു കൽപ്പിച്ചു. ആ ലക്ഷ്യബോധം ഓരോ വർഷവും പുതുക്കി നിശ്ചയിച്ച്, പോയ വർഷത്തെ പോരായ്മകൾ പരിഹരിച്ച്, പുതിയ വർഷത്തെ പ്രത്യാശയോടെ അവൻ വരവേൽക്കട്ടെ എന്ന് നിശ്ചയിച്ച് മഹാഗുരു അരുളി ചെയ്ത് അനുഗ്രഹിച്ച് മാനവരാശിക്ക് നൽകിയ ഒരു വിശുദ്ധ അവസരമാണ് ശിവഗിരി തീർത്ഥാടനം. ശിവഗിരി ഉപനിഷത്തുകൾ സത്യം വെളിപ്പെടുത്തുന്നത് ഗുരുവും ശിഷ്യന്മാരും തമ്മിലുള്ള സംവാദത്തിലൂടെയാണ്. ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ശിഷ്യന്മാരെ കൊണ്ട് തന്നെ ഉത്തരം പറയിപ്പിക്കുന്ന രീതിയാണ് പ്രാചീന ഭാരതത്തിലെ ഋഷിവര്യന്മാർ അനുവർത്തിച്ചിരുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ്റെയും രീതി അതായിരുന്നു. ചോദ്യങ്ങൾ ചോദിച്ച് അവരെ കൊണ്ട് തന്നെ ഉത്തരത്തിലേക്ക് എത്തിക്കുക, ആ ഉത്തരത്തെ സത്യത്തോട് ചേർത്ത് വയ്ക്കുക. 1928 ഭഗവാന്റെ മഹാസമാധി സംഭവിച്ച വർഷമാണ്. ആ വർഷം ജനുവരിയിൽ മകരം 3 കോട്ടയത്ത് മീനച്ചിലാറിൻ്റെ തീരത്ത് ഇരിക്കുന്ന നാഗമ്പടം ശിവക്ഷേത്ര മുറ്റത്ത് ഭഗവാൻ എത്തി. അവിടെ തണൽ വിരിച്ച് നിൽക്കുന്ന ഒരു തേന്മാവിൻ്റെ ചുവട്ടിൽ ഭഗവാൻ ഒരു ഉച്ച സമയത്ത് വിശ്രമിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് 2 ഗൃഹസ്ഥ ശിഷ്യന്മാർ വരുന്നത്. ഒന്ന് പ്രശസ്തനായിരിക്കുന്ന വല്ലഭശ്ശേരി ഗോവിന്ദൻ വൈദ്യരും 2 കിട്ടൻ റൈറ്ററും. ഇവർ എഴുതി തയ്യാറാക്കിയ ഒരു ആവശ്യവുമായിട്ടാണ് ഭഗവാന്റെ സന്നിധിയിൽ എത്തുന്നത്. ആ ആവശ്യം ഭഗവാനോട് അവർ ഉണർത്തിച്ചു. അവരുടെ ആവശ്യം ശിവഗിരിയെ പ്രധാന തീർത്ഥാടന കേന്ദ്രമാക്കിക്കൊണ്ട് വർഷത്തിലൊരിക്കൽ ഭക്തർക്ക് ശിവഗിരിയിൽ വന്ന് കുളിച്ചു തൊഴുതു പോകാൻ വേണ്ടിയിട്ട് ഒരു തീർത്ഥാടനം ഭഗവാൻ അനുവദിച്ചു തരണം. ആ ആവശ്യം അവർ ഉന്നയിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, കൊള്ളാം, ശിവഗിരി തീർത്ഥാടനം. 2-3 തവണ ഭഗവാൻ ആ വാക്കുപയോഗിച്ചു. ശിവഗിരിയിൽ വരണം, നമ്മുടെ കുഴൽ വെള്ളത്തിൽ കുളിക്കാം, ശാരദയെ തൊഴാം. ഇങ്ങനെയാണ് ഭഗവാൻ അതിനോട് പ്രതികരിച്ചത്. അവർക്ക് സന്തോഷമായി തങ്ങളുടെ ആഗ്രഹം ഭഗവാൻ നിവർത്തിച്ചു നൽകിയതിന്. പക്ഷെ ഗുരു ചോദിച്ചു, ഒരു തീർത്ഥാടനത്തിൽ
ശിവഗിരിയിൽ വന്ന് കുളിച്ച് തൊഴുമ്പോൾ മനസ്സും ശരീരവും ഒന്ന് ശുദ്ധമാകും. പക്ഷേ തിരികെ പോയിട്ട് പഴയ ജീവിതം തന്നെ നയിക്കുമ്പോൾ തീർത്ഥാടനം കൊണ്ടെന്ത് പ്രയോജനം? ഓരോ ചോദ്യങ്ങൾ ചോദിച്ച് തീർത്ഥാടനത്തിന് ഒരു ലക്ഷ്യമുണ്ടാക്കി കൊടുത്തു ഗുരു. വല്ലഭശ്ശേരി ഗോവിന്ദൻ വൈദ്യർക്കും കിട്ടൻ റൈറ്റർക്കും സാമുദായികമായൊരു വികാരമുണ്ട്. ലോകത്ത് ഒരുപാട് തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട്. ഇന്ത്യയിൽ തന്നെ ഹിന്ദു മതക്ഷേത്രങ്ങളുടെ ഒരുപാട് തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട്. അവിടെയൊന്നും ഞങ്ങൾക്ക് പ്രവേശനമില്ല. അപ്പോൾ ഞങ്ങൾക്ക് സമുദായ അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു തീർത്ഥാടനം എന്നതാണ് അവരുടെ ആവശ്യം. ഗുരു അത് അനുവദിച്ചു കൊടുത്തത് കൊണ്ട് തന്നെ ആ തീർത്ഥാടനത്തിൻ്റെ മാനം വളരെ വികസിപ്പിച്ചു. ഒന്ന്, ഗുരു അതിന് തിരഞ്ഞെടുത്ത സമയമാണ്. സാധാരണഗതിയിൽ അക്കാലത്തൊക്കെ മലയാളികൾ എല്ലാം കൊല്ലവർഷക്കണക്കിലാണ് ജീവിതം നയിച്ചിരുന്നത്. ചിങ്ങമാസത്തിലെ തിരുവോണം, കർക്കടകത്തിലെ വാവ്, മേടത്തിലെ വിഷു, ഇങ്ങനെയുള്ള കണക്കുകളാണ് അവരുടെ ഉള്ളിലുണ്ടായിരുന്നത്. പക്ഷേ തീർത്ഥാടനത്തിൻ്റെ ദിവസം നിശ്ചയിച്ചതിൽ തന്നെ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ അതിൻ്റെ മാനം വളരെ വലുതാക്കി. അത് ഒരു സാർവലൗകിക തീർത്ഥാടനമാക്കി മാറ്റി. കാരണം യൂറോപ്യന്മാരുടെ ആണ്ടുപിറപ്പിനാവട്ടെ തീർത്ഥാടനം എന്നാണ് ഗുരു കൽപ്പിച്ചത്. ഡിസംബർ 30, 31, ജനുവരി 1, 3 ദിവസത്തെ തീർത്ഥാടനം. ഇപ്പോൾ യൂറോപ്യന്മാരുടെ ആണ്ടുപിറപ്പിന് തീർത്ഥാടനം എന്ന് പറയുമ്പോൾ അതിൻ്റെ നില മാറി. അത് ലോകത്തിന് മുഴുവനും ഉൾക്കൊള്ളാവുന്ന ഒരു തീയതിയായി മാറി. യഥാർത്ഥത്തിൽ ഭാരതത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ മണ്ഡലവ്രതകാലമാണിത്. ധനു മകര മാസങ്ങളുടെ സമയം. ഈ സമയത്ത് ഇവിടെ 41 ദിവസത്തെ വ്രതമെടുത്ത് ശബരിമലയ്ക്ക് പോകുന്ന ഒരു തീർത്ഥയാത്ര നടക്കുന്ന സമയമാണ്. അപ്പോഴാണ് 10 ദിവസത്തെ വ്രതമെടുത്തുകൊണ്ട്, പഞ്ചശുദ്ധി വ്രതമെടുത്തുകൊണ്ട് ശിവഗിരിയിൽ വരിക, കുഴൽ വെള്ളത്തിൽ കുളിക്കുക, ശാരദയെ തൊഴുക. പിന്നെന്ത് വേണം? ഇത്രയും മതി ആവശ്യക്കാർക്ക്. വല്ലഭശ്ശേരി ഗോവിന്ദൻ വൈദ്യർക്കും കിട്ടൻ റൈറ്റർക്കും ഇത്രയും ആവശ്യമേ ഉള്ളൂ. ഗുരു പറഞ്ഞു അത് പോരാ. ഓരോ തീർത്ഥാടനവും നമ്മുടെ ജീവിതാനുഭവങ്ങളുടെ അറിവ് വികസിപ്പിക്കുന്നതായിരിക്കണം. ഒരു സാമാന്യ മനുഷ്യൻ്റെ ജീവിതത്തിലെ അവന് ഓരോ വർഷവും നേരിടേണ്ടി വരുന്ന വിഷയങ്ങളിൽ അവഗാഹം നൽകുന്ന പ്രഭാഷണങ്ങൾ, പഠനങ്ങൾ എന്നിവ സജ്ജമാക്കുന്ന ഒരു തീർത്ഥാടനമാണ് ഗുരു പ്ലാൻ ചെയ്തതും അവരോട് പറഞ്ഞതും. അങ്ങനെയാണ് തീർത്ഥാടനത്തിന് 8 ലക്ഷ്യങ്ങളുണ്ടായത്. ഈ 8 ലക്ഷ്യങ്ങൾ ജീവിതത്തിൻ്റെ ഓരോരോ ഘട്ടങ്ങളാണ്. ജീവിതത്തെ ബാധിക്കുന്ന ഓരോരോ വിഷയങ്ങളാണ്. ഈ വിഷയങ്ങളിൽ എല്ലാ വർഷവും പുതിയ പുതിയ അറിവുകൾ നേടിക്കൊണ്ട് ഓരോ പുതിയ വർഷത്തെയും ഒരു തീർത്ഥാടകൻ ശിവഗിരിയിൽ വന്ന് 3 ദിവസത്തെ തീർത്ഥാടനത്തിൽ പങ്കെടുത്ത് പോയി ഓരോ വിഷയത്തിലും അവഗാഹം പുതിയത് നേടിക്കൊണ്ട് ജീവിതത്തെ ധന്യമാക്കുക. എല്ലാ വർഷവും ഈ തീർത്ഥാടനത്തിൽ ഇങ്ങനെ പങ്കെടുക്കും തോറും ജീവിതം കൂടുതൽ മൂല്യമുള്ളതും ശ്രേഷ്ഠതരവുമാകും. നോക്കുക, ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചുകൊണ്ടും വിദ്യാലയങ്ങൾ സ്ഥാപിച്ചുകൊണ്ടും സംഘടനകൾ സ്ഥാപിച്ചുകൊണ്ടുമൊക്കെ ഗുരു മനുഷ്യനെ അറിവിലേക്ക് നയിക്കുകയാണ് ചെയ്തത്. ഒടുവിലായിട്ട് ഭഗവാൻ കൽപ്പിച്ച് അനുഗ്രഹിച്ച് നൽകിയ തീർത്ഥാടനവും അറിവിൻ്റെ തീർത്ഥാടനമായി മാറി. ഇന്ന് ലോകത്ത് ഏകമായിരിക്കുന്ന അറിവിൻ്റെ തീർത്ഥാടനം ശിവഗിരി തീർത്ഥാടനമാണ്. ഒന്നായ മാമതിയിൽ നിന്നായിരം ത്രിപുടി വന്നാശു തന്മതി മറന്നന്നാദിയിൽ പ്രിയമുയർന്നാടലാം കടലിലൊന്നായി വീണുവലയും എന്നാശയം ഗതിപെറും നാദഭൂമിയിലമർന്ന വിരാഭപടരും ചിന്നാഭിയിൽ ത്രിപുടിയെന്നാണറും പടി കലർന്നാറിടുന്ന
ജനനീ. തീർത്ഥാടനത്തിന് മനുഷ്യർ പൊതുവെ നൽകിയിരുന്ന ലക്ഷ്യം മാത്രമാണ് ഗുരുവിൽ നിന്ന് ശിവഗിരി തീർത്ഥാടനം അനുവദിപ്പിച്ച് വാങ്ങിയ ഭക്തർക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ ശ്രീനാരായണ ഗുരുദേവൻ തീർത്ഥാടനത്തിന് 8 ലക്ഷ്യങ്ങൾ അനുമതി ചോദിച്ചു വന്ന 2 ശിഷ്യപ്രമുഖർക്ക് പറഞ്ഞു കൊടുത്തു. ഭഗവാൻ ഇടത്തെ കൈയിലെ ചെറുവിരൽ തൊട്ട് മടക്കിക്കൊണ്ടാണ് ഓരോ വിഷയവും പറഞ്ഞത്. ആദ്യം വിദ്യാഭ്യാസം, ശുചിത്വം, ഈശ്വരഭക്തി, സംഘടന, കൃഷി എന്നിവ ഇടത് കൈയിലെ 5 വിരലുകൾ മടക്കിയും, അതിനുശേഷം കച്ചവടം, കൈത്തൊഴിൽ, ശാസ്ത്ര സാങ്കേതിക വിദ്യ ഇവ വലത് കൈയിലെ ചെറുവിരൽ തൊട്ടുള്ള 3 വിരൽ മടക്കിയുമാണ് പറഞ്ഞത്. ഗുരുവിൻ്റെ ഓരോ ചലനങ്ങളും, ഓരോ ശരീരഭാഷയും, ഓരോ മൊഴിയും ഒരുപാട് അർത്ഥമുള്ളതാണ്. ഇടത് കൈ എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ഇടത് ഭാഗത്ത് ഉള്ളതാണ്. നമ്മുടെ ശരീരത്തിലേക്ക് രക്തം പമ്പ് ചെയ്യുന്ന ഹൃദയം, അതിൻ്റെ ഇടത്തെ ഭാഗമെന്ന് പറയുന്നത് ശ്വാസകോശത്തിൽ നിന്ന് ശുദ്ധമായ രക്തം സ്വീകരിക്കുന്ന ഭാഗമാണ്. അപ്പോൾ ഇടത് കൈയിലെ വിരലുകൾ മടക്കിക്കൊണ്ട് ഗുരു പറഞ്ഞ 5 വിഷയങ്ങൾ ജീവിതത്തിൽ ശുദ്ധീകരിച്ച് ഉപയോഗിക്കേണ്ട 5 വിഷയങ്ങളാണ്. അപ്പോൾ ഹൃദയരക്തം ശ്വാസകോശത്തിൽ ചെന്ന് ശ്വാസത്തെ സ്വീകരിച്ചുകൊണ്ട്, ഓക്സിജനെ സ്വീകരിച്ചുകൊണ്ട് ശുദ്ധമാക്കുന്നത് പോലെ നിരന്തരമായിരിക്കുന്ന ജാഗ്രതയും ശ്രദ്ധയും കൊണ്ട് നമ്മുടെ ഈ 5 ജീവിത വിഷയങ്ങളെയും ശുദ്ധമാക്കി വയ്ക്കണം എന്നാണ് ഭഗവാൻ അവിടെ പറഞ്ഞത്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അക്കാഡമിക് വിദ്യാഭ്യാസമാണ്. എന്നാൽ വിദ്യാഭ്യാസത്തിന് 2 തലങ്ങളുണ്ടെന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു. ഒന്ന്, അവനവനെ അറിയുന്ന വിദ്യാഭ്യാസം. ഞാൻ ആരാണ്, ഞാൻ എന്തിന് ജനിച്ചു, ഞാൻ എന്തിന് ജീവിക്കണം എന്നുള്ള അറിവ്. ഇതിനെയാണ് അധ്യാത്മ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. രണ്ടാമത്തേത്, ഈ ലോകം എന്താണ്, ഈ ലോകം, ഈ പ്രപഞ്ചം എവിടെ നിന്നുണ്ടായി, ഇതെങ്ങനെ നിലനിൽക്കുന്നു, ഇതാണ് ഭൗതികമായിരിക്കുന്ന വിദ്യാഭ്യാസം. ഇത് രണ്ടും മനുഷ്യൻ നിരന്തരം ജീവിതത്തിൽ അഭ്യസിച്ച് പാലിക്കേണ്ടതാണ്. അപ്പോൾ ഒരു തീർത്ഥാടനത്ത് വരുമ്പോഴത്തേക്ക് ഈ 8 വിഷയങ്ങൾ വൈദഗ്ധ്യമുള്ള ആളുകളെ കൊണ്ട് പ്രഭാഷണങ്ങൾ നടത്തി തീർത്ഥാടകർക്ക് 8 വിഷയങ്ങളിലും കാലികമായി ഉണ്ടാകുന്ന മാറ്റങ്ങൾ അനുസരിച്ചിട്ടുള്ള അറിവ് നൽകി വിടണമെന്നാണ് ഭഗവാൻ പറഞ്ഞത്. അപ്പോൾ വിദ്യാഭ്യാസം ഇപ്പോൾ ഭൗതികമായിരിക്കുന്ന വിദ്യാഭ്യാസത്തിനാണ് പ്രാധാന്യം, ആത്മീയമായിരിക്കുന്ന വിദ്യാഭ്യാസത്തിന് പ്രാധാന്യമില്ല. ഗുരു രണ്ടും ഒരുപോലെ നേടണമെന്നാണ് പറഞ്ഞത്. അധ്യാത്മമായിരിക്കുന്ന വിദ്യാഭ്യാസത്തിൽ അവനവനെ അറിയുമ്പോൾ മാത്രമാണ് ഈ ലോകത്ത് നമ്മൾ എന്തിനാണ് ജനിച്ചത്, നമ്മൾ എന്തിനാണ് ജീവിക്കുന്നതെന്ന് അറിയുകയുള്ളൂ. അങ്ങനെ ലോകത്ത് താൻ എന്തിന് ജനിച്ചു എന്നറിയുന്ന ഒരാൾക്ക് മാത്രമേ ലോകഹിതത്തിന് വേണ്ടിയിട്ടും അവനവൻ്റെ ശ്രേയസ്സിന് വേണ്ടിയിട്ടും പ്രയത്നിക്കാൻ സാധിക്കുകയുള്ളൂ. അതില്ലാത്ത വിദ്യാഭ്യാസം ശീലിക്കുന്നത് കൊണ്ടാണ് വിദ്യാസമ്പന്നരുടെ എണ്ണം കൂടുന്നു, ഗവേഷകരുടെ എണ്ണം കൂടുന്നു, പക്ഷേ മനുഷ്യത്വം മനുഷ്യരിൽ നിന്ന് അകന്നു പോകുന്നു. മനുഷ്യർക്ക് പരസ്പരം വിശ്വാസമില്ലാതെ വന്നിരിക്കുന്നു. ചതിയും വഞ്ചനയും എന്നൊക്കെ പറയുന്നത് ഇന്ന് ഒരു സ്വാഭാവിക ജീവിത അനുഭവമായി മാറിയിരിക്കുന്നു. നമുക്ക് ആരെയും വിശ്വാസമില്ലാത്തൊരു ലോകമാണ് നമ്മൾ ഭൗതികമായിരിക്കുന്ന വിദ്യാഭ്യാസം കൊണ്ട് കെട്ടിപ്പടുത്തത്. വിദ്യാഭ്യാസം ശരിയായി നേടുന്ന ഒരാൾക്ക് മാത്രമേ ആന്തരികമായിരിക്കുന്ന ശുചിത്വം പാലിക്കണം എന്ന് തോന്നുകയുള്ളൂ. ശുചിത്വം ഗുരുവിൻ്റെ തീർത്ഥാടന ലക്ഷ്യങ്ങളിൽ 2ാമത്തേതാണെന്ന് നമ്മൾ ഓർക്കണം. ആന്തരികവും ബാഹ്യവുമായ ശുചിത്വം. ഇന്ന് നമ്മുടെ സൊസൈറ്റി ഹൈജീനിക്കായി മാറുന്നവരാണ്. ടൈലുകളും ഗ്രാനൈറ്റുകളൊക്കെ ഉപയോഗിച്ച് വീടിൻ്റെ തറ വൃത്തിയാക്കുക, തുടയ്ക്കുക, ഡിറ്റർജൻറ്റുകൾ ഉപയോഗിച്ച് തുടയ്ക്കുക, ഇങ്ങനെയുള്ള വൃത്തികളുണ്ട്. ശരീരം 2 നേരം കുളിക്കുക, പുതിയ പുതിയ വസ്ത്രങ്ങൾ ധരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ശുചിത്വം വന്നിട്ടുണ്ട്. പക്ഷേ ആന്തരികമായ ശുചിത്വം ഇല്ലാത്തതുകൊണ്ട് ബാഹ്യമായിരിക്കുന്ന ഈ ശുചിത്വം പാലിച്ചാലും നമ്മുടെ ആരോഗ്യത്തെയും മാനസികാവസ്ഥയെയും ആന്തരിക ശുചിത്വമില്ലായ്മ ബാധിക്കുന്നുണ്ട്.
ആന്തരികമായിരിക്കുന്ന ശുചിത്വം പാലിക്കാൻ വേണ്ടി ഗുരു തീർത്ഥാടകർക്ക് ഉപദേശിച്ചത് ബുദ്ധൻ്റെ പഞ്ചശുദ്ധിയാണ്, ശുദ്ധി പഞ്ചകം എന്നറിയപ്പെടുന്നത്. നല്ല വാക്ക് നമ്മുടെ മനഃശുദ്ധിയുടെ ലക്ഷണമാണ്. ശുദ്ധമായിരിക്കുന്ന മനസ്സ് സൂക്ഷിക്കുന്നവർക്ക് മാത്രമേ നല്ല വാക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. നല്ല വാക്കുകൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നാൽ, നല്ല വാക്ക് പറയാൻ വേണ്ടി ചിന്തിച്ചുകൊണ്ടിരുന്നാൽ മനസ്സ് സ്വാഭാവികമായിട്ടും ശുദ്ധമാകും. ശുദ്ധമായ മനസ്സും വാക്കും ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനും ആവശ്യത്തിന് മാത്രം പ്രവർത്തിപ്പിക്കാനും സാധിക്കും. മറ്റൊന്ന് ശരീരശുദ്ധിയാണ്. ഈ 3 ശുദ്ധികളും വരുമ്പോൾ ആ 3 ശുദ്ധികളും അകത്തുള്ളതാണ്, മനസ്സിൻ്റേതാണ്, ഇന്ദ്രിയങ്ങളുടേതാണ്, വാക്കിൻ്റേതാണ്, ഇതെല്ലാം അകത്തുള്ളതാണ്. ഈ 3 ശുദ്ധികൾ വരുമ്പോഴത്തേക്ക് 4ാമത്തെ ശുദ്ധി എന്ന് പറയുന്നത് ഇതിനെ നിലനിർത്തുന്ന ബാഹ്യ ശരീരത്തിൻ്റെ ശുദ്ധിയാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ ബാഹ്യ ശരീരം ശുദ്ധമാക്കി വയ്ക്കുവാനായിട്ട് അപ്പോൾ ശ്രമിക്കും. നമ്മൾ മാത്രം ശുദ്ധമായിരിക്കുകയും നമ്മുടെ പരിസരം മലിനമാവുകയും ചെയ്താൽ ആ ശുദ്ധിയെ നിലനിർത്താനായിട്ട് നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് ബാഹ്യമായിരിക്കുന്ന ശുദ്ധി, ഗൃഹശുദ്ധി എന്ന് പറയുന്ന ഒരു വിഷയം കൂടി ഭഗവാൻ അതിൽ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ശുദ്ധി പഞ്ചകത്തിൽ ഗൃഹശുദ്ധി പാലിക്കുന്നു. ഇപ്പോൾ ഗൃഹങ്ങളെല്ലാം ശുദ്ധമായിട്ടൊക്കെ ആൾക്കാർ സൂക്ഷിക്കുന്നുണ്ട്. പക്ഷേ അവനവൻ്റെ വീട്ടിലെ അഴുക്ക് കൊണ്ടുവന്ന് അപ്പുറത്തെ പറമ്പിലേക്കും റോഡിലേക്കും വലിച്ചെറിയുന്ന നമ്മുടെ രീതി മാറിയിട്ടില്ല. നമ്മളൊന്ന് ആലോചിക്കേണ്ടത്, നമ്മുടെ വീട് ശുദ്ധമാക്കി വയ്ക്കുകയും പരിസരം മലിനമായി ഇരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പരിസരത്തെ മാലിന്യങ്ങൾ നമ്മളറിയാതെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരും. നമ്മൾ കൊണ്ടു തള്ളുന്ന മൃഗങ്ങളെയും മറ്റും കൊന്നിട്ട് അതിൻ്റെ മാംസാവശിഷ്ടങ്ങളൊക്കെ കൊണ്ട് വഴിയിൽ തള്ളുമ്പോഴാണ് വഴിയിൽ വെറുതെ നടക്കുന്ന നായ്ക്കൾ അത് കഴിച്ചിട്ട് അവരുടെ ശൗര്യം കൂടുകയും വഴിയിൽ വെച്ച് നമ്മൾ ആക്രമിക്കപ്പെടുകയും ചെയ്യുന്നത്. മാത്രമല്ല, രോഗാണുക്കൾ നമുക്ക് ചുറ്റിനും തിങ്ങി നിറയുകയും നമ്മുടെ വീട്ടിലേക്ക് അത് കടന്നു വരുവാനുള്ള മാർഗങ്ങൾ കൂടുതൽ തുറക്കുകയും ചെയ്യും. അപ്പോൾ പരിസരം ശുദ്ധമായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഗൃഹശുദ്ധിയും ശരീരശുദ്ധിയും ഇന്ദ്രിയശുദ്ധിയും മനഃശുദ്ധിയും വാക്ശുദ്ധിയും ഒക്കെ പാലിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് മനുഷ്യൻ അവനവൻ്റെ കാര്യം മാത്രം നോക്കി നടന്നാൽ പോരാ എന്നാണ് ഭഗവാൻ ഇതിനകത്തുകൂടി പറയുന്നത്. അയൽ തഴപ്പതിനായി അതിപ്രയത്നം നയമറിയും നരൻ ആചരിച്ചിടണം എന്ന് ഗുരു പറയുന്നു. നമ്മുടെ അയൽപക്കങ്ങൾ അശുദ്ധമായ സാഹചര്യത്തിൽ, അനാരോഗ്യകരമായ സാഹചര്യത്തിൽ നിലകൊള്ളുകയും നമ്മൾ മാത്രം ഒരു വീട് കെട്ടി അതിനകത്ത് ഒരു മതിലിനകത്ത് ഒരു വീട് കെട്ടി ശുദ്ധമായ ഭക്ഷണം കഴിച്ചും ആരോഗ്യശീലങ്ങൾ നയിച്ചും ജീവിച്ചാൽ നമുക്കൊരിക്കലും ആരോഗ്യകരമായിട്ടിരിക്കാൻ സാധിക്കില്ല. കാരണം ഈ പരിസരത്തെ അഴുക്കുകൾ നമ്മിലേക്ക് വരും. അതുകൊണ്ട് പരിസരത്ത് ജീവിക്കുന്നവൻ്റെ ആരോഗ്യവും കൂടി നമ്മൾ ഉറപ്പാക്കണം. അപ്പോൾ നമ്മൾ നല്ല സാമൂഹിക പ്രവർത്തകരായിട്ട് മാറും. അപ്പോൾ ശുചിത്വാചരണത്തിലൂടെ തന്നെ മനുഷ്യൻ മാറുന്നത് കണ്ടില്ലേ? ഇങ്ങനെയൊരു വിദ്യാഭ്യാസം എല്ലാ തീർത്ഥാടന കാലത്തും 3 ദിവസം നമുക്ക് ലഭിച്ചാൽ നമ്മുടെ ജീവിതം മാറിമറിയും. അപ്പോൾ ഗുരു തീർത്ഥാടനത്തിൻ്റെ ലക്ഷ്യങ്ങൾ നമുക്ക് പകർന്നു നൽകിയതിൽ എത്രത്തോളം ദീർഘവീക്ഷണമുണ്ട്. ഇത് ലോക ജനതയ്ക്ക് വേണ്ടിയിട്ട് മുഴുവനും വിനിയോഗിക്കപ്പെടാവുന്ന ഒരു ഉപദേശമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തീർത്ഥാടനത്തിൻ്റെ മാനമെന്ന് പറയുന്നത് ഇനി ലോകം മുഴുവനും വ്യാപിക്കേണ്ട ഒന്നാണ്. ലോകം മുഴുവനും ശിവഗിരി തീർത്ഥാടനത്തെ ഒരു ശുദ്ധീകരണ പ്രക്രിയയായിട്ട് കണ്ടുകൊണ്ട് അതിൽ വന്ന് പങ്കെടുക്കേണ്ടുന്ന കാലമാണ് ഇനി വരാൻ പോകുന്നത്. ആ കാലത്തിന് വേണ്ടിയിട്ടുള്ള പ്രചരണങ്ങളും പ്രയത്നങ്ങളുമാണ് നാം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അറിവിന്റെ തീർത്ഥാടനം, അഴനീക്കും തീർത്ഥാടനം, അകതാരിലലിവിന്റെ അരുളേകും മൂർത്തിയാം ഗുരുവിന്റെ തീർത്ഥാടനം, ശിവഗിരി തീർത്ഥാടനം. തീർത്ഥാടനത്തിന് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ കൽപ്പിച്ച വിഷയങ്ങളിൽ ഒന്നാണ് ഈശ്വരഭക്തി. ഈശ്വരഭക്തി ഇന്ന് ഒരുപാട് വഴിതിരിഞ്ഞ് പോകുന്ന ഒന്നായി മാറിയിട്ടുണ്ട്. ഈശ്വരഭക്തി ഒരു മതാനുഷ്ഠാനവും അവനവൻ്റെ കാമ്യങ്ങളായിട്ടുള്ള ആഗ്രഹങ്ങൾ നേടുന്നതിനുള്ള വഴിപാട് ഭക്തിയുമായി അധപ്പതിച്ചു പോയി. ഇവിടെയാണ് ശ്രീനാരായണ ഗുരുദേവൻ ഈശ്വരഭക്തിയെ തിരുത്തുന്നത്. എന്താണ് ഭക്തി എന്ന് ദർശനമാലയിൽ ഭഗവാൻ പറയുന്നുണ്ട്. അത് ആത്മാനുസന്ധാനവും ബ്രഹ്മാനുസന്ധാനവുമാണ്.
എന്താണ് ആത്മാനുസന്ധാനം, എന്താണ് ബ്രഹ്മാനുസന്ധാനം? വളരെ ലളിതമായി പറഞ്ഞെന്നാൽ നാം നമ്മുടെ ഉള്ളിൽ തന്നെ ഈശ്വരനെ ദർശിക്കുന്നതാണ് ആത്മാനുസന്ധാനം. നാം മറ്റെല്ലാ ജീവികളിലും ഈശ്വരനാണ് ഇരിക്കുന്നത് എന്ന് അറിയുന്നതാണ് ബ്രഹ്മാനുസന്ധാനം. അപ്പോൾ ഇവിടമുള്ളതെല്ലാം ഈശ്വരൻ്റേതാണ് എന്നുള്ള അറിവാണ് ഭക്തിയിലൂടെ നമുക്ക് ലഭിക്കേണ്ടത്. ഈശാവാസ്യമിതം സർവം എന്ന് ഈശാവാസ്യ ഉപനിഷത്ത് പറയുന്ന ഗുരു അതിന് മലയാളത്തിലുള്ള ഭാഷ നൽകിയത് ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നു, അതുകൊണ്ട് നീ ചരിക്ക മുക്തനായി ആശിക്കരുത് ആരുടെയും ധനം. ഇവിടെയുള്ളതെല്ലാം ഈശൻ്റേതാണ്, ഈശ്വരൻ്റേതാണ്. നീ ഒന്നിനെയും മോഹിക്കാതിരിക്കുക. നിനക്ക് വേണ്ടത് എടുത്ത് ഭക്ഷിക്കുക, വേണ്ടത് എടുത്ത് ഉടുക്കുക, വേണ്ടത് ചെലവഴിക്കുക. നീ ഉപയോഗിക്കുന്നത് മാത്രമേ നിനക്കുള്ളൂ, കരുതി വയ്ക്കാനായിട്ട് ഇവിടെ ഒന്നുമില്ല. ബാക്കിയെല്ലാം ഓരോരോ ജീവികൾക്ക് വേണ്ടിയിട്ട് ഈശ്വരൻ സൃഷ്ടിച്ചു വച്ചിരിക്കുന്നതാണ്. നിൻ്റെ കൊക്കിലൊതുങ്ങുന്നത് കൊത്തുക, നിൻ്റെ കൊക്കിലൊതുങ്ങുന്നത് ഭക്ഷിക്കുക. ഇതാണ് ഭക്തിയിലൂടെ ഉണ്ടാകേണ്ട അറിവ്. അപ്പോൾ ഈശ്വരൻ്റേതാണ് ഇവിടെയെല്ലാം. ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നത് കൊണ്ട് നീ ചരിക്ക മുക്തനായി ആശിക്കരുത് ആരുടെയും ധനം. ഈ അവസ്ഥയാണ് ഭക്തി എന്ന് പറയുന്നത്. ആ ഭക്തി ഇല്ലാത്തത് കൊണ്ടാണ് ആരാധനാലയങ്ങളും ആരാധനയും വർദ്ധിച്ചിട്ടും ക്ഷേത്രങ്ങളും പള്ളികളും മോസ്കുകളും എണ്ണം വർദ്ധിച്ചിട്ടും നമ്മളൊക്കെയും ഇന്ന് ലോകത്ത് ഒരുപാട് അനീതികൾക്ക് ഇരയാകുന്നത്, അക്രമങ്ങൾ സംഭവിക്കുന്നത്, അഴിമതികൾ സംഭവിക്കുന്നത്, ലോകം കൂടുതൽ അരക്ഷിതമാകുന്നത്, യുദ്ധങ്ങളുണ്ടാകുന്നത്, ക്രൂരതകൾ പെരുകുന്നത് ഒക്കെയും ഭക്തിയുടെ ഇല്ലായ്മ കൊണ്ടാണ്. അപ്പോൾ ശിവഗിരി തീർത്ഥാടനത്തിലെ വിദ്യാഭ്യാസം, ശുചിത്വം, ഈശ്വരഭക്തി എന്ന് പറയുന്ന മൂന്നാമത്തെ വിഷയം ഗുരു വച്ചിരിക്കുന്നത് എല്ലാ വർഷവും ശിവഗിരി തീർത്ഥാടനത്തിൽ എത്തുന്ന ഭക്തർ ശരിയായ ഈശ്വരഭക്തി എന്താണെന്ന് ഗ്രഹിച്ചിട്ട് അത് അനുസന്ധാനം ചെയ്ത് ഭക്തരായി മാറുമ്പോൾ ഈ ലോകം കൂടുതൽ സമാധാനപരമായി മാറും, എല്ലാവർക്കും സുരക്ഷിതമായിട്ട് ജീവിക്കാനുള്ള ഒരു ഇടമായി മാറും. അപ്പോൾ ഗുരുവിൻ്റെ കരുതൽ മനുഷ്യൻ നന്നാവണം എന്നതാണ്. അതിന് ഭക്തിയെ ഗുരു ഒരു പഠന വിഷയമാക്കി നമുക്ക് നൽകുകയാണ് ഈ ശിവഗിരി തീർത്ഥാടന വിഷയങ്ങളിൽ. അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ബുദ്ധം ശരണം ഗച്ഛാമി, ധർമ്മം ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛാമി. ബുദ്ധഭിക്ഷുക്കളുടെ ശരണമന്ത്രമാണിത്. ബുദ്ധം ശരണം, ബുദ്ധനെ ശരണം പ്രാപിക്കുക. ബുദ്ധൻ എന്ന് പറഞ്ഞാൽ ബോധം ഉദിച്ചവൻ. ഗുരുവിൻ്റെ ഭാഷയിൽ പറഞ്ഞെന്നാൽ പൂർണ്ണ പ്രജ്ഞനായിരിക്കുന്ന, പ്രണവം ഉണർന്ന് പിറപ്പ് ഒഴിഞ്ഞു വാഴുന്ന മുനിജനം. അതാണ് ബുദ്ധൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. ധർമ്മം ശരണം ഗച്ഛാമി, ആ മുനി ഓതി തന്ന ധർമ്മം, ജീവിതധർമ്മം, അത് ആചരിക്കുക. എങ്ങനെ ആചരിക്കുക? സംഘം ശരണം ഗച്ഛാമി, സംഘത്തോടെ, ഒരേ ആശയക്കാർ ഒന്നിച്ച് സംഘത്തോടുകൂടി ബോധമുദിച്ച ഒരു മുനിവര്യനെ പിന്തുടരുകയും ആ മുനിവര്യൻ ഓതി തന്ന ധർമ്മം അനുഷ്ഠിക്കുകയും ചെയ്യുക. സംഘത്തോടെ ഒരു വിഭാഗം ജനം ഒന്നിച്ച്, ഒരേ ആശയക്കാർ ഒന്നിച്ച് ബുദ്ധനും ശരണവും ധർമ്മം ശരണവും പാലിക്കുമ്പോൾ അത് സംഘം ശരണമാകുന്നു. കാരണം ശരണമാർഗത്തിൽ, ധർമ്മമാർഗത്തിൽ, ഭക്തിമാർഗത്തിൽ പോകുന്ന മനുഷ്യർക്ക് ഈ പ്രകൃതിയുടെ നിരവധിയായിട്ടുള്ള പരീക്ഷണങ്ങളെ നേരിടേണ്ടി വരും. അവരുടെ ജീവിതത്തിൽ ദുരിതങ്ങളൊക്കെ സംഭവിക്കും. അപ്പോൾ ഒരാൾ ഒറ്റയ്ക്ക് ആണ് എന്നുണ്ടെങ്കിൽ അത് തരണം ചെയ്യുക എന്നുള്ളത് പ്രയാസമാണ്. എന്നാൽ ഒരു കൂട്ടം മനുഷ്യർ ഒന്നിച്ച് ഒരു പൊതു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുമ്പോൾ
ഒരുപാട് ഭവിഷ്യത്തുകൾ അവർക്ക് ഒന്നിച്ച് തരണം ചെയ്യാനായിട്ട് സാധിക്കും. വഴിയിലുള്ള പ്രതിബന്ധങ്ങളെയെല്ലാം ഒരുമിച്ച് തരണം ചെയ്യാനായിട്ട് സാധിക്കും. ഒരാൾ ഒറ്റയ്ക്ക് ഒരു കല്ല് പൊക്കാൻ ശ്രമിക്കുന്നതും ഒരു കൂട്ടം ആളുകൾ ഒരു കല്ല് എടുത്ത് ഉയർത്താൻ ശ്രമിക്കുന്നതും എങ്ങനെയായിരിക്കും? ഓരോരുത്തർക്കുമുള്ള ആയാസം വളരെ കുറയും ഒന്നിച്ച് ചെയ്യുമ്പോൾ. അപ്പോൾ അതിനാണ് ഗുരു സംഘടന എന്ന് പറയുന്ന ആശയം കൊണ്ടുവന്നത്. ശരിയായ ദിശയിൽ ലോകത്തിന് ഉപകാരമായിട്ട് ഓരോ മനുഷ്യർക്കും ശ്രേഷ്ഠമായ ജീവിതം ഉറപ്പുവരുത്തുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ് ഗുരു ഉദ്ദേശിക്കുന്ന സംഘടന എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യർക്കിടയിൽ പ്രവർത്തിക്കുമ്പോൾ ഏത് സംഘടനയിലേക്കും അഴുക്ക് ഉണ്ടാവാം, ഏത് സംഘടനകളിലും പോരായ്മ സംഭവിക്കാം. എല്ലാ വർഷവും ശിവഗിരി തീർത്ഥാടനത്തിന് ഒത്തുകൂടുന്ന വേദികളിൽ സംഘടനകൾക്കുണ്ടായിരിക്കുന്ന പോരായ്മകളെ പരസ്പരം നിരൂപിച്ചും പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്തും ഓരോ സംഘടനകളും വന്ന് ആ തീർത്ഥഭൂമിയിലിരുന്നു കൊണ്ട് സ്വയം ശുദ്ധരായി മടങ്ങുന്ന ഒരു ആശയമാണ് ഗുരു സംഘടന എന്ന് പറയുന്ന വിഷയത്തിൽ നമുക്കായിട്ട് കരുതി വച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സംഘടനയെ കൂടി ശുദ്ധീകരിക്കാനായിട്ട് തീർത്ഥാടനത്തെ ഉപയോഗിക്കണം. മനുഷ്യരാശിക്ക് ഗുണം ചെയ്യുന്ന എല്ലാ സംഘടനകൾക്കും ഗുരുവിൻ്റെ തീർത്ഥഭൂമിയിലെത്തി വർഷത്തിലൊരിക്കൽ തീർത്ഥാടന സമയത്ത് സ്വയം വിമലീകരിച്ചുകൊണ്ട് തിരികെ അവരുടെ കർമ്മമേഖലയിലേക്ക് പോകുവാനായിട്ട് സാധിക്കും. അതാണ് സംഘടന എന്ന് പറയുന്ന വിഷയം തീർത്ഥാടനത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഗുരു ഉദ്ദേശിക്കുന്നത്. വെറുതെ ഇരിക്കാത്ത 2 പേരാണ് ഈ പ്രപഞ്ചത്തിലുള്ളത്. അത് മനസ്സും മണ്ണുമാണ്. രണ്ടിനെയും വെറുതെ ഇരുത്തുകയുമരുത്. അവർ കാട് കയറും. മണ്ണ് പരുവമാക്കി ഞാറുനട്ട് കൃഷി ചെയ്യുന്നത് പ്രകൃതിയിലെ മാനുഷിക ഇടപെടലാണ്. മനുഷ്യൻ അത് ചെയ്തില്ലെങ്കിലും മണ്ണ് വിത്ത് കിളിർപ്പിക്കും. പക്ഷേ അതിനൊരു നിയന്ത്രണവും ഉണ്ടാകില്ല. നല്ലതൊന്നും വെറുതെ പൊട്ടിമുളയ്ക്കില്ല. അഥവാ മുളച്ചാലും ഉപയോഗിക്കാൻ പ്രയാസമുള്ള ഇടങ്ങളിലേ മുളയ്ക്കൂ. അവയെ വിഴുങ്ങിക്കൊണ്ട് പാഴ്ചെടികൾ അവിടെ പെരുകുകയും ചെയ്യും. എന്തിനേയും വളർത്തുക എന്നതാണ് മണ്ണിൻ്റെ സ്വഭാവം. കരുത്തുള്ളത് കൂടുതൽ വളരും. ബാഹ്യമായ കരുത്ത് രജസ് എന്ന ഗുണമാണ്. രജസ് എന്ന ഗുണത്തിന് ആവേശം കൂടും. അതിനാൽ തന്നെ അത് സാത്വിക ഗുണത്തേക്കാൾ അധികം ആകർഷിക്കപ്പെടുന്നത് തമോ ഗുണത്തിലേക്കായിരിക്കും. മനുഷ്യനും മൃഗത്തിനും മസിൽ കരുത്തു കൂടുമ്പോൾ കൊല്ലാനും തല്ലാനും പിടിച്ചെടുക്കാനും പ്രേരണ വർദ്ധിക്കുന്നത് ഈ തമോ ഗുണം വർദ്ധിക്കുന്നത് കൊണ്ടാണ്. അതിനാൽ വേണ്ടാത്തത് നശിപ്പിച്ച് വേണ്ടുന്നത് വളർത്താൻ വിവേകിയായ മനുഷ്യൻ പ്രകൃതിയിൽ വേണ്ട സമയത്തൊക്കെ ഇടപെടണം. അത്തരം ഇടപെടലാണ് കൃഷി. കൃഷി ചെയ്യണം. കൃഷി ജീവരാശിയുടെ നട്ടെല്ലാണ് എന്ന് ഗുരു മൊഴിഞ്ഞത് ഒരുപാട് അഗാധമായ അർത്ഥമുള്ള വാക്കാണ്. പണ്ട് ശിവഗിരി ആശ്രമത്തിൻ്റെ മുന്നിൽ ഒരു ചായക്കട തുടങ്ങാൻ അനുമതി ചോദിച്ചെത്തി ഗുരുവിൻ്റെ ഒരു ഗൃഹസ്ഥ ഭക്തൻ. അനുമതി നൽകിക്കൊണ്ട് ഗുരു ആ കച്ചവടക്കാരന് നൽകിയ ഉപദേശം ലോകത്തെ എല്ലാ കച്ചവടക്കാരും കേട്ടിരിക്കേണ്ട ഒന്നാണ്. ഗുരു പറഞ്ഞു, നീ നിനക്കും നിൻ്റെ കുടുംബത്തിലുമുള്ളവർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്നത് പോലെ തന്നെ വൃത്തിയോടും രുചിയോടും കൂടി ഭക്ഷണം ഉണ്ടാക്കണം. അമിത ലാഭം ഇതിൽ എടുക്കരുത്. കച്ചവടം 2 കൂട്ടരെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ഒന്ന് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന കർഷകൻ, 2 ഇത് വാങ്ങുന്ന ഉപഭോക്താവ്. കച്ചവടക്കാരൻ ഇതിൻ്റെ മധ്യവർത്തിയായിട്ട് നിൽക്കുന്നയാളാണ്. കച്ചവടക്കാരൻ അമിത ലാഭം എടുക്കുമ്പോൾ 2 കൂട്ടരാണ് ഇല്ലാതാകുന്നത്. ഒന്ന് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന കർഷകൻ, അവന് വേണ്ടുന്ന പണം ലഭിക്കാതെ വരികയും അവൻ പാപ്പരാവുകയും ചെയ്യും. മറ്റൊന്ന് അമിത ലാഭത്തിന് വേണ്ടി വില കൂട്ടി വയ്ക്കുമ്പോൾ വാങ്ങുന്ന ഉപഭോക്താവ്, അവൻ സാമ്പത്തികമായിട്ട് നശിക്കും. ഈ 2 കൂട്ടരും നശിച്ചാൽ പിന്നെ കച്ചവടമില്ല ഇവിടെ. അതുകൊണ്ട് ഉൽപ്പാദകരെയും ഉപഭോക്താക്കളെയും സംരക്ഷിച്ചുകൊണ്ട് അവർക്കിടയിൽ ഒരു മധ്യവർത്തിയായി നിന്നുകൊണ്ട്
മിതമായ ലാഭം എടുത്തുകൊണ്ട് വേണം കച്ചവടം ചെയ്യാൻ എന്നാണ് ഗുരു ആ ചായക്കടക്കാരന് നൽകിയ ഉപദേശം. പറഞ്ഞതൊരു ചായക്കടക്കാരനോടാണെങ്കിലും അത് കച്ചവടം എന്ന് പറയുന്ന നമ്മുടെ ഈ ലോകത്തെ നമ്മെ നിലനിർത്തുന്ന ഒരു വ്യവഹാരത്തെ ശുദ്ധീകരിക്കുന്ന ഒരു ഉപദേശമായിട്ടാണ് നാം കാണേണ്ടത്. ശിവഗിരി തീർത്ഥാടനത്തിന് 8 ലക്ഷ്യങ്ങൾ മുന്നോട്ട് വെച്ചപ്പോൾ അതിലൊന്ന് കച്ചവടമായിരുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കണം. കാരണം ഈ ലോകത്ത് എല്ലാം കച്ചവടമാണ്. പക്ഷേ വഴിവിട്ടുള്ള ലാഭം കൊയ്യാൻ വേണ്ടിയിട്ട് ഉൽപ്പന്നങ്ങളിലൊക്കെ മായം ചേർത്തുകൊണ്ടും മനുഷ്യൻ്റെ ശരീരത്തിനും മനസ്സിനും ദോഷം ചെയ്യുന്ന വിധത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടും കച്ചവട രംഗം ഇന്ന് വലിയ കോർപ്പറേറ്റുകളുടെ കൈകളിലേക്ക് പോയിരിക്കുകയാണ്. എവിടെ നിന്നും സാമാന്യ മനുഷ്യന് നീതി കിട്ടാത്ത ഒരവസ്ഥ. ഈ സമയത്ത് ഓരോ വർഷവും ശിവഗിരി തീർത്ഥാടനത്തിനെത്തുന്നവരിലെ കച്ചവടത്തെക്കുറിച്ച് ശരിയായ അവബോധം കൊടുത്ത് ആരെങ്കിലും അമിതമായിരിക്കുന്ന ലാഭമുണ്ടാക്കുന്ന വിധത്തിൽ കച്ചവടം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പുണ്യഭൂമിയിൽ വെച്ച് അവരെ തിരുത്തി ഉപഭോക്താവിന് ശരിയായിരിക്കുന്ന അറിവ് പകർന്ന് കർഷകന് ശരിയായ ആത്മവിശ്വാസം പകർന്നുകൊണ്ട് പോകാൻ സാധിച്ചാൽ അത് ഈ ലോകത്തെ പ്യൂരിഫൈ ചെയ്യുന്ന, ശുദ്ധീകരിക്കുന്ന ഒരു സംരംഭമായിട്ട് മാറും. ഓരോ വർഷത്തിൻ്റെയും അവസാനം ഇങ്ങനെ നടക്കുന്ന ശുദ്ധീകരണങ്ങൾ ലോക ജനതയുടെ ശരിയായ വികാസത്തിനും ശരിയായ ജീവിത മൂല്യങ്ങളെ പുലർത്തിക്കൊണ്ടുള്ള ജീവിതത്തിനും അത് വഴിവെക്കും. അപ്പോൾ കച്ചവടം ശരിയായി നടക്കേണ്ട, ശുദ്ധീകരിച്ച് നടക്കേണ്ട ഒരു വ്യവഹാരമാണ് ഗുരുവിൻ്റെ ഭാഷയിൽ. ശിവഗിരി തീർത്ഥാടനം ശ്രീനാരായണ ഗുരുദേവൻ്റെ വിനായകാഷ്ടകത്തിലെ 5-ാം പദ്യം, കരാരൂഢമോക്ഷം വിപദ്ഭംഗദക്ഷം ചലത്സാരസാക്ഷം പരാശക്തിപക്ഷം ശ്രുതാമർത്യവൃക്ഷം സുരാരിദ്രുദക്ഷം പരാനന്ദപക്ഷം ഭജേ ശ്രീശിവാക്ഷം എന്നാണ് പറയുന്നത്. അതിൽ ഗണപതിയെ വിശേഷിപ്പിക്കുന്നത് കരാരൂഢമോക്ഷം എന്ന് പറഞ്ഞിട്ടാണ്. കരത്തിൽ ആരൂഢമാണ് മോക്ഷം. അത് ഗണപതിയുടെ കരത്തിലല്ല, മനുഷ്യൻ്റെ കരത്തിൽ ആരൂഢമാണ് മനുഷ്യൻ്റെ മോക്ഷം എന്ന് പറയുന്നത്. മോക്ഷം കർമ്മത്തിലൂടെയാണ്. അത് അസംഗമായിരിക്കുന്ന കർമ്മം, ഫലേച്ഛയില്ലാത്ത കർമ്മമെന്ന് ഭഗവത്ഗീത പറയുന്ന അസംഗമായിരിക്കുന്ന കർമ്മത്തിലൂടെയാണ് മോക്ഷം സാധ്യമാകുന്നത്. ശിവഗിരി തീർത്ഥാടനത്തിലെ ഒരു വിഷയം കൈത്തൊഴിലാണ്. കച്ചവടം കഴിഞ്ഞെന്നാൽ കൈത്തൊഴിലാണ്. ഈ കൈത്തൊഴിൽ എന്ന് പറയുന്ന വിഷയം ഒരു തരത്തിൽ കരാരൂഢ മോക്ഷം നേടിത്തരാൻ വേണ്ടിയിട്ടുള്ള ഒന്നാണ്. നമ്മൾ മനുഷ്യർക്ക് എല്ലാവർക്കും ഓരോ വാസനയുണ്ട്, ഓരോ തൊഴിൽ ചെയ്യാനുള്ള വാസനയുണ്ട്. ഏത് വാസനയാണോ ഒരുവനിലുള്ളത് അവൻ ആ തൊഴിൽ ആണ് ചെയ്യേണ്ടത്. അതിനെ ജാതിയോ മതമോ വേർതിരിക്കരുത് എന്നാണ് ഭഗവാൻ പറഞ്ഞത്. നമ്മുടെ തൊഴിൽ എന്താണ്, നമ്മൾ ഏത് വാസനക്കാരാണ് എന്നുള്ളത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഒന്നാണ്. നമ്മുടെ ഉള്ളിലിരിക്കുന്ന വാസനയെ പോഷിപ്പിക്കുന്ന കർമ്മമാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ കർമ്മം അസംഗമായിട്ട് സംഘമില്ലാതെ ചെയ്യുമ്പോൾ നമ്മുടെ കർമ്മബന്ധം അഴിയും. കർമ്മബന്ധം അഴിയുമ്പോൾ നമ്മൾ മോക്ഷമാർഗത്തിലേക്ക് പോകും. അപ്പോൾ കൈത്തൊഴിൽ എന്ന് പറയുന്ന ഒരു വിഷയം, അത് മാനവരാശിയുടെ വികസനം, ജീവിത സാഹചര്യങ്ങളുടെ വികസനം, അതാണ് കൈത്തൊഴിൽ. പ്രധാനമായിട്ടും വരുമാന മാർഗമായി നിലകൊള്ളുന്നത് കൈത്തൊഴിലാണ്. ഈ കൈത്തൊഴിലിനെ യന്ത്രവൽക്കരിക്കുന്നതിന് ഗുരു അനുഗുണമായിരുന്നു. പക്ഷേ മനുഷ്യൻ്റെ ആലസ്യത്തെ വർദ്ധിപ്പിക്കുന്ന വിധത്തിൽ തൊഴിൽ മേഖലയെ യന്ത്രവൽക്കരിക്കരുത് എന്ന് ഗുരു പറഞ്ഞു. തൊഴിൽ മേഖലയെ പുഷ്ടിപ്പെടുത്താനും ഉൽപ്പന്നങ്ങൾ കൂടുതൽ ഉണ്ടാക്കാനും വേണ്ടിയിട്ട് നമുക്ക് തൊഴിൽ മേഖലയെ യന്ത്രവൽക്കരിക്കാം, കൈത്തൊഴിൽ മേഖലയെ യന്ത്രവൽക്കരിക്കാം. പക്ഷേ അത് മനുഷ്യനെ കൂടുതൽ അലസനാക്കുന്നതാവരുത്. അവനെ കൂടുതൽ കർമ്മോന്മുഖനാക്കുന്ന വികസനമേ കൈത്തൊഴിൽ മേഖലയിൽ നടത്താവൂ. അപ്പോൾ എല്ലാവരും ഓരോ കൈത്തൊഴിൽ ചെയ്യണം. അത് ഒരു ശില്പിയായാലും ചിത്രകാരനായാലും കൈകൊണ്ട് ചെറിയ ജോലികൾ ചെയ്ത് ജീവിക്കുന്ന മനുഷ്യനായാലും എല്ലാവരും ഈ കരം നന്നായിട്ട് പ്രയോജനപ്പെടുത്തണം. ഈ മനുഷ്യൻ്റെ കൈ എന്ന് പറയുന്നത് ഒന്നിനെയും കൊല്ലാനുള്ള കൈയല്ല, എല്ലാത്തിനെയും താലോലിക്കാനുള്ള കൈയാണ്.
ഈ ലോകത്തെ ഏത് ജീവിയെ വേണമെങ്കിലും മനുഷ്യൻ്റെ കയ്യിൽ വെച്ചിട്ട് താലോലിക്കാനായിട്ട് സാധിക്കും. പക്ഷേ മറ്റ് ജീവികൾക്കൊന്നും അത് സാധിക്കില്ല. മനുഷ്യൻ്റെ കയ്യിൽ ഏത് ജീവിയുടെ കുഞ്ഞും വന്നിരുന്ന് ആശ്വാസത്തോടു കൂടിയിരിക്കും. അപ്പോൾ ഇത് കൊല്ലാനുള്ള കൈയല്ല, ഇത് മോക്ഷത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്ന കൈയാണ്. ആ ഭാവത്തോടു കൂടി ഈ കൈയെ വിനിയോഗിക്കുക. കൈത്തൊഴിൽ എന്ന് പറയുന്ന വിഷയം നമ്മെ പഠിപ്പിക്കുന്നത് അതാണ്. അപ്പോൾ ശിവഗിരി തീർത്ഥാടനത്തിലെത്തുന്ന ഭക്തർ അവരുടെ കൈകളെ ഇനിയുള്ള കാലത്ത് സത്കർമ്മത്തിന് വേണ്ടിയിട്ട് വിനിയോഗിക്കാനും കൂടി ഗുരു പഠിപ്പിക്കുകയാണ്. എത്രത്തോളം ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ഭഗവാൻ ഓരോ വിഷയങ്ങളും തിരഞ്ഞെടുത്തതെന്ന് നാം ആലോചിക്കണം. നമുക്ക് അത്ഭുതം തോന്നും ഭഗവാന്റെ ദീർഘവീക്ഷണത്തെക്കുറിച്ചിട്ട്. ശിവഗിരി തീർത്ഥാടനം. ശാസ്ത്രമെന്നാൽ ശരിയായ രീതിയിൽ പ്രയോഗിക്കേണ്ടുന്ന അസ്ത്രമാണ് എന്ന് ഗുരുപക്ഷം. ശാസ്ത്രം ബുദ്ധിവികാസത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഒരുവൻ അവൻ്റെ പരിമിതികളെ തിരിച്ചറിയുകയും പരിമിതികളെ അതിജീവിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് ശാസ്ത്രാഭിമുഖ്യം എന്ന് പറയുന്നത്. ശാസ്ത്രാഭിമുഖ്യത്തോടൊപ്പം കഠിനമായ പ്രയത്നം ഉണ്ടായാൽ അവിടെ ഈശ്വരൻ പ്രസാദിക്കും. ഈശ്വരപ്രസാദമാണ് പരീക്ഷണങ്ങളെ വിജയിപ്പിക്കുന്നത്. ഈ തിരിച്ചറിവോടെ ശാസ്ത്രത്തെ സമീപിക്കണം. അപ്പോൾ ജീവിതം മൂല്യങ്ങളിൽ ഉറച്ചതാവും. ശാസ്ത്ര സാങ്കേതികതയെ ഉപയോഗിക്കേണ്ടത് മനുഷ്യവംശത്തെയും ജീവജാലങ്ങളെയും ശരിയായ ആരോഗ്യാവസ്ഥയിൽ നിലനിർത്താനാവണം. അല്ലാതെ എല്ലാറ്റിനെയും നശിപ്പിക്കാനും ഒന്നിനെ വളർത്താൻ മറ്റൊന്നിനെ ഇല്ലാതാക്കുന്ന സമീപനത്തിനു വേണ്ടിയും ആകരുത്. ഗുരുവിന്റെ തീർത്ഥാടനം. ശാസ്ത്ര സാങ്കേതികതാ പരിശീലനം ഓരോ വ്യക്തിയും ജീവിത സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്താനും പുഷ്ടിപ്പെടുത്താനും വിനിയോഗിക്കണം. എന്നാൽ മനുഷ്യനെ അലസരും ഭോഗപ്രിയരുമാക്കുന്ന സാങ്കേതിക വികസനത്തെ ഗുരു അനുകൂലിക്കുന്നില്ല. ലോകം സാങ്കേതികമായി വികസിക്കുമ്പോൾ മനുഷ്യൻ യന്ത്രങ്ങളില്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ കഴിയാത്ത ഒരുവനായി മാറിയാൽ അത് മനുഷ്യബുദ്ധിയുടെ പരാജയമാണ്. യന്ത്രങ്ങളില്ലെങ്കിലും ജീവിക്കാവുന്ന അവസ്ഥയിൽ മനുഷ്യൻ സ്വയം പര്യാപ്തനായി തീരുന്നതാണ് ശരിയായ സാങ്കേതിക വളർച്ച. ശീലിക്കലാണ് എല്ലാ വിദ്യയുടെയും വിജയപ്രമാണം. ശീലിച്ചാൽ എന്തും സാധിക്കും. തീയിലൂടെയും നടക്കാമല്ലോ എന്ന് ഗുരു മൊഴിഞ്ഞത് അതിനാലാണ്. യുക്തിയേന്തി മനുഷ്യൻ്റെ ബുദ്ധിശക്തി ഖനിച്ചതിൽ ലഭിച്ചതല്ലാതില്ലൊന്നും ലോകവിജ്ഞാന രാശിയിൽ എന്ന് ഗുരുവിൻ്റെ ഗൃഹസ്ഥ ശിഷ്യനും പ്രമുഖ യുക്തിവാദിയുമായിരുന്ന സഹോദരൻ അയ്യപ്പൻ പാടിയിട്ടുണ്ട്. യുക്തി എന്നാൽ പ്രായോഗികത എന്നേ അർത്ഥമാക്കേണ്ടതുള്ളൂ. പ്രായോഗികതയാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ മുഖമുദ്ര. അദ്വൈതത്തെ ഒരു തത്വശാസ്ത്രമായിട്ട് ശ്രീ ശങ്കരാചാര്യർ അവതരിപ്പിച്ചു. എന്നാൽ ഗുരു അദ്വൈതത്തെ പ്രായോഗികമാക്കി ജീവിതത്തിൽ ഉപയോഗിക്കാവുന്ന ഒരു ഏറ്റവും ഉന്നതമായിരിക്കുന്ന തത്വമായി ഉപയോഗിച്ചു. അതാണ് ഗുരുവിൻ്റെ പ്രായോഗികത. ഒരു തീർത്ഥാടനം എന്ന് പറയുന്ന ആശയത്തെ ജീവിതത്തിൻ്റെ സമഗ്ര മേഖലയിലും ശുദ്ധീകരിച്ചുകൊണ്ട് ലക്ഷ്യബോധത്തോടുകൂടി പ്രവർത്തിക്കാനുള്ള സംരംഭമാക്കി മാറ്റി ഗുരു. 41 ദിവസത്തെ മണ്ഡലവ്രതം ആചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗുരു പറയുന്നു 10 ദിവസത്തെ പഞ്ചശുദ്ധി വ്രതം മതിയെന്ന്. അതിന് കാരണമായി ഗുരു പറഞ്ഞത് ഇനിയുള്ള കാലത്ത് 41 ദിവസത്തെ വ്രതമൊന്നും മനുഷ്യൻ ആചരിക്കില്ല എന്നതാണ്. വരാനിരിക്കുന്ന കാലം എന്ന് പറയുന്നത് ഭോഗതൽപരരായിരിക്കുന്ന മനുഷ്യരുടെ എണ്ണം കൂടുമെന്നും വ്യവഹാര ബുദ്ധിയാണ് മനുഷ്യന് കൂടുതലായി വരികയെന്നും ദീർഘദർശിയായിരിക്കുന്ന ഗുരുവിനറിയാം. അതുകൊണ്ട് മനുഷ്യർക്ക് അവരുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് സാധിക്കുന്ന വ്രതങ്ങളെ ഗുരു നിർദ്ദേശിച്ചിട്ടുള്ളൂ. ഇതൊരു വലിയ പ്രായോഗികതയാണ്. തീർത്ഥാടകർ കാവി വസ്ത്രം ധരിക്കണോ, ശബരിമലയിലെ പോലെ കറുത്ത വസ്ത്രം ധരിക്കണോ എന്ന് ചോദിച്ചപ്പോൾ ഗുരു പറഞ്ഞത് വെള്ള വസ്ത്രം മഞ്ഞളിൽ മുക്കി ഉണക്കി ധരിക്കാനാണ്. അപ്പോൾ കാവി ധരിക്കുന്നതും കറുത്ത വസ്ത്രം ധരിക്കുന്നതും വെറുമൊരു യൂണിഫോമിറ്റി ആണ് എങ്കിൽ മഞ്ഞൾ മുക്കിയ വെള്ള വസ്ത്രം ധരിക്കുമ്പോൾ അത് ദീർഘയാത്രയിൽ ത്വക്കിനുണ്ടാകുന്ന അസുഖങ്ങൾ
അന്തരീക്ഷ മലിനീകരണം മൂലം ഉണ്ടാകാവുന്ന രോഗങ്ങൾ എന്നിവയിൽ നിന്നൊക്കെ തീർത്ഥാടകനെ സംരക്ഷിക്കുന്ന ഒന്നാവും. അപ്പോൾ അനുഷ്ഠാനമായാലും ആചാരമായാലും അത് പ്രായോഗികമാക്കി മനുഷ്യ ജീവിതത്തെ കൂടുതൽ ധന്യമാക്കുന്ന, കൂടുതൽ യുക്തിസഹമാക്കുന്ന നിലകളാണ് ഗുരു സ്വീകരിച്ചത്. അത് അങ്ങ് അരുവിപ്പുറം പ്രതിഷ്ഠ മുതൽക്ക് ശിവഗിരി തീർത്ഥാടനം വരെയുള്ള സംരംഭങ്ങളെ നോക്കിയാൽ ഗുരുവിൻ്റെ പ്രായോഗികത നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ പ്രായോഗികതയായിരിക്കും വരും ലോകം ചർച്ച ചെയ്യുന്നത്. അധ്യാത്മമായാലും ഭൗതികമായാലും ദർശനം പ്രായോഗികമായിരുന്നാൽ അത് കൂടുതൽ ജനോപകാരപ്രദമായി മാറും. അപ്പോൾ മതത്തിനും ജാതിക്കും വംശത്തിനും വേഷത്തിനുമൊക്കെ അപ്പുറം മനുഷ്യജീവിതത്തിൻ്റെ പ്രായോഗികത മുൻനിർത്തിക്കൊണ്ടുള്ള ഗുരുവിൻ്റെ ദർശനമായിരിക്കും ഇനിയുള്ള ലോകം മനുഷ്യർ കൂടുതൽ സ്വീകരിക്കുക. ഇനിയുള്ള കാലത്തെ തീർത്ഥാടനങ്ങളെന്ന് പറയുന്നത് അത് ലോകത്തെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് എത്തുന്ന വിദേശികളായിട്ടുള്ളവരൊക്കെ പങ്കെടുക്കുന്ന തീർത്ഥാടനമായിരിക്കും. കാരണം ഗുരുവിൻ്റെ ദർശനം ലോകം മുഴുവനും പരന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മലയാളി എല്ലാവരും ഒന്നിക്കുന്ന ഒരു പ്രായോഗികമായിരിക്കുന്ന തീർത്ഥാടനം കാണാൻ വിദേശികൾ ഇവിടെ എത്തുമ്പോൾ ഇത് ഒരു സമുദായക്കാരുടെ തീർത്ഥാടനമാണെന്ന് പറഞ്ഞ് മലയാളികളുടെ മറ്റു ഭൂരിഭാഗം പേരും ഈ തീർത്ഥാടന സംരംഭത്തിൽ നിന്ന് അകന്നു നിൽക്കുമ്പോൾ മലയാളിയെക്കുറിച്ച് ലോകം എന്തായിരിക്കും വിചാരിക്കുക? നമ്മൾ ഇനിയെങ്കിലും ഇത്തരം സങ്കുചിതമായിരിക്കുന്ന നിലപാടുകൾ മാറ്റണം. കാരണം നമ്മുടെ കുട്ടികളൊക്കെയും ഇന്ന് കേരളത്തിൽ ഏതെങ്കിലും ഒരു ജാതി സമൂഹത്തിൻ്റെ ചുറ്റുവട്ടത്ത് ജീവിക്കാൻ ഒരുങ്ങുന്നവരല്ല. അവർ വിദ്യാഭ്യാസം പോലും വിദേശത്ത് നടത്തുകയും വിദേശ രാജ്യങ്ങളിൽ പൗരത്വം സ്വീകരിച്ചുകൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ്. സ്വാഭാവികമായും ഇന്ത്യ വളരും, പുറത്തു നിന്നുള്ളവരും ഇന്ത്യയിലേക്ക് കുടിയേറും. അപ്പോൾ ലോകം എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെയോ സംസ്ഥാനത്തിൻ്റെയോ ജാതിയുടെയോ മതത്തിൻ്റെയോ അതിർത്തികളിൽ നിർത്താൻ പറ്റാത്ത ഒന്നായി മാറും. അത്രയും ലോകം വികസിക്കുകയും മനുഷ്യർ കൂടുതൽ വിഭവങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ലോകത്തിൻ്റെ മറ്റു പല മേഖലകളിലേക്കും കടന്നു കയറുകയും ചെയ്യുന്ന കാലത്ത് എല്ലാത്തിനും പ്രായോഗികത കൊണ്ട്, യുക്തിസഹമായിരിക്കുന്ന നിലകൊണ്ട് മനുഷ്യരാശിയുടെ ഉന്നമനം ലക്ഷ്യം വെച്ച ഒരു ഗുരു ലോകഗുരുവായി മാറുമെന്നതിന് യാതൊരു സംശയവുമില്ല. ആ വരും കാലത്തിന് വേണ്ടിയിട്ടാവണം നമ്മൾ ഇപ്പോൾ എടുക്കേണ്ട നിലപാടുകൾ. നമ്മുടെ സങ്കുചിതമായിരിക്കുന്ന എല്ലാ ആശയങ്ങളെയും കളഞ്ഞിട്ട് നമ്മൾ ശിവഗിരി തീർത്ഥാടനത്തിൽ മലയാളികളെല്ലാവരും ഒന്നിക്കണമെന്നാണ് ഗുരുസാഗരത്തിന് നിങ്ങളോട് പറയാനുള്ളത്. ഈ സന്ദേശത്തിന് വേണ്ടിയിട്ടാണ് ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി നൽകിയ നാഗമ്പടത്തെ മാവിൻ ചുവട്ടിൽ നിന്ന് ശിവഗിരി തീർത്ഥാടനം നടക്കുന്ന ശിവഗിരിയിലേക്ക് എത്തുന്ന ഈ വീഡിയോ ദൃശ്യ പ്രദർശനം ഗുരുസാഗരം സംഘടിപ്പിക്കുന്നത്. ഇത് ഗുരുസാഗരത്തിൻ്റെ വായന കൂട്ടായ്മയായിരിക്കുന്ന ഗുരുസാഗരം റീഡേഴ്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. ഇതതിൻ്റെ പൂർണ്ണതയിൽ എത്തിച്ചേരുവാനായിട്ട് ഉദ്ദേശശുദ്ധിയോടുകൂടി, ലക്ഷ്യവിചാരത്തോടുകൂടി ഈ ദൃശ്യാവിഷ്കാരത്തെ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും നല്ല ഒരു തീർത്ഥാടന കാലം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്തേ. ഓം ശ്രീനാരായണ ഗുരുപാദപദ്മം സമർപ്പിതം മമ ജീവിത പുഷ്പഹാരം മമ സർവസ്വം തവ കാരുണ്യലഭ്യം ദേഹ ഇന്ദ്രിയ മന ബുദ്ധി ചിത്തം സർവം സമർപ്പയാമി. ഏവം സദ്ഗുരു നാരായണായ ഇദം ന മമഃ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശാന്തി ശാന്തി ശാന്തി. ഗുരുസാഗരം ആധ്യാത്മിക കുടുംബ മാസിക
ഗുരുകൃപയുടെ വെളിച്ചം കുടുംബജീവിതത്തിൽ പകരുന്ന ഒരു സമ്പൂർണ്ണ മാസിക. വായിക്കുക, വരിക്കാരാകുക. കോപ്പികൾക്കായി വിളിക്കുക 6282319294. ഗുരുസാഗരം ആധ്യാത്മിക കുടുംബ മാസിക.